നടിയെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷാവിധിയിൽ കടുത്ത നിരാശയെന്നാണ് WCC പറയുന്നത്. 8.5 വർഷം നീണ്ട പോരാട്ടത്തിൽ സഹപ്രവർത്തകയ്ക്ക് മുന്നിൽ ബാക്കി വെച്ചത് നീതിയും കരുതലും അല്ല എന്നാണ് WCCയുടെ പ്രതികരണം. വിധി സൂക്ഷ്മമായി പഠിച്ച് തുടർ നടപടികളുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്നും പോരാട്ടം തുടരുമെന്നും WCC സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ആസൂത്രണം നടത്തിയവർ പകൽ വെളിച്ചത്തുണ്ടെന്ന് നടി മഞ്ജു വാര്യരും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് ഭാഗ്യലക്ഷ്മിയും പ്രതികരിച്ചിരുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഇന്നലെ ഏറ്റവും അധികം ചർച്ചയായത് അതിജീവിതയുടെ പോസ്റ്റാണ്. അതിൽ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നുള്ളത്. അതിനെ ചുവട് പിടിച്ചാണ് പിന്നീട് മഞ്ജു വാര്യർ അടക്കമുള്ളവർ, ഇപ്പോൾ WCCയും അടക്കം, അതായത് വിധിയിൽ പൊതുവെ കേരളത്തിലെ സ്ത്രീ സമൂഹം വലിയ നിരാശ രേഖപ്പെടുത്തുന്നു. തീർച്ചയായും വിധിയിൽ പൊതുസമൂഹവും സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും വലിയ നിരാശ രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കേസിന്റെ ശിക്ഷാവിധിക്ക് ശേഷം ആദ്യമായാണ് അതിജീവിത പ്രതികരിച്ചത്. പോസ്റ്റിൽ വളരെ വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതികൾ പലരും സൃഷ്ടിക്കപ്പെട്ടെങ്കിലും ഒരാളിലേക്ക് എത്തുമ്പോൾ അതിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അതിജീവിത ഇന്നലെ നടത്തിയത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രതികരണം അത് താൻ പ്രതീക്ഷിച്ചിരുന്നത് കൂടിയാണ്. 2020 അവസാനത്തോടു കൂടി ഈ കേസ് ഇങ്ങനെയൊക്കെ തന്നെ ആകും എന്നുള്ള തരത്തിൽ താൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. നീതി തേടി താൻ സുപ്രീം കോടതി അടക്കം പോയി മറ്റുള്ള കാര്യങ്ങൾ, രാഷ്ട്രപതിക്ക് കത്തയക്കുന്ന കാര്യങ്ങളിലേക്കടക്കം കടന്നിരുന്നു. പക്ഷേ തനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളത് കൂടി അതിജീവിത വളരെ വലിയൊരു കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വിധിയിൽ ആ കോടതിയിൽ തനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ് അതിജീവിത പറഞ്ഞു വെക്കുന്നത്. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന 2 പ്രോസിക്യൂട്ടർമാരും ഇത്തരത്തിലുള്ള കാര്യം ഉന്നയിച്ച് ഈ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ള കാര്യം ഉന്നയിച്ച് വക്കാലത്ത് ഒഴിഞ്ഞു പോയപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ താൻ സൂചിപ്പിച്ചതാണ്. സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് കത്തയച്ചതാണ്. സുപ്രീം കോടതിയിൽ അടക്കം താൻ പോയതാണ്. പക്ഷെ അവിടെയൊന്നും തനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അതിജീവിത പങ്കുവച്ചത്. അതിജീവിതയെ പിന്തുണച്ച് മഞ്ജു വാര്യരും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നിൽ, ഈ ഒരു കേസിന് പിന്നിൽ ആസൂത്രണം ചെയ്ത ആളുകൾ എല്ലാം പകൽ വെളിച്ചത്തിൽ പുറത്തു നടക്കുന്നു. പക്ഷെ അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റ് സിനിമാ മേഖലയിലെ സ്ത്രീ സമൂഹം, WCC അടക്കമുള്ള കാര്യങ്ങൾ, ആളുകൾ ഇതിൽ വലിയ നിരാശ പ്രകടിപ്പിച്ച്, ഈ വിധിയിൽ വലിയ നിരാശ പ്രകടിപ്പിച്ച് ഇന്നലെയാണ് രംഗത്തെത്തിയത്. അതിജീവിതയ്ക്ക് നീതി ഇനിയും അകലെയാണ്. 8.5 വർഷം നീണ്ട പോരാട്ടമാണ്. പക്ഷേ അതിജീവിതയ്ക്ക് നീതി ഇനിയും അകലെയാണ് എന്നുള്ള കാര്യമാണ് WCCയും വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇതിനായി ഏതറ്റം വരെയും പോകും എന്നുകൂടി WCC വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് നിൽക്കുക, ഈ പോരാട്ടം തുടരും, ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യമാണ് WCCയും വ്യക്തമാക്കിയത്. ഇതിൽ അപ്പീൽ പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പറഞ്ഞതും അത്തരത്തിലാണ്. എന്തായാലും ഇതിൽ അപ്പീൽ പോകും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സിനിമാ മേഖലയിലെ ബാക്കിയുള്ള ആളുകളുടെ കൂടി പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ആളുകൾ ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കത്ത് നൽകിയാൽ തിരിച്ചെടുക്കാമെന്നുള്ള കാര്യമാണ് ഫെഫ്ക അടക്കം പറഞ്ഞത്. അതിൽ കൂടുതൽ നടപടികളോ കാര്യങ്ങളോ എന്തെങ്കിലും വരും ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ദിലീപിനൊപ്പം എന്നുള്ള തരത്തിൽ പറയാതെ പറയുകയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. മറ്റ് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരുടെ പ്രതികരണങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മിയൊക്കെ ആദ്യ സമയം മുതൽ വിധി വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫിഫ്കയിൽ നിന്ന് രാജിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം വൈകാരികമായി പ്രതികരിക്കുന്നതൊക്കെ കണ്ടതാണ്. എന്തായാലും മറ്റുള്ള ആളുകൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള മറ്റുള്ള ആളുകളുടെ കൂടി പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കാം.